ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 15 എന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമാണ്. എന്നാൽ ആഗോള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഈ സുദിനം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപിത തിരുനാൾ ദിനമാണ്. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന അഭിവാദനം കേട്ട ആ നിമിഷം മുതൽ തൻ്റെ പുത്രനായ യേശുവിൻ്റെ കുരിശുമരണം വരെ കർത്താവിനോട് കൂടെ നിൽക്കുവാനും അവൾ മറന്നില്ല. ദൈവം വസിക്കുന്ന ഇടമാണ് സ്വർഗം. ഭൂമിയെ സ്വർഗമാക്കി തീർക്കുവാൻ ഇറങ്ങി വന്ന ദൈവത്തിന് പിറക്കാൻ ഇടം കൊടുത്തവളാണ് പരിശുദ്ധ അമ്മ. അതുപോലെ തന്നെ അമ്മ ചെന്ന സ്ഥലങ്ങളെല്ലാം സ്വർഗമാക്കി തീർക്കുവാനും അവൾക്ക് സാധിച്ചു. ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഏലീശ പുണ്യവതിയെ തൻ്റെ ഗർഭാവസ്ഥയിൽ സന്ദർശിക്കുന്നതും കാനായിലെ കല്യാണ വിരുന്നിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ സ്നേഹം നിറയ്ക്കുന്നതുമൊക്കെ. ജീവിതത്തിൽ അർത്ഥം നഷ്ടപ്പെട്ടവരുടെയും ആശ നഷ്ടപ്പെട്ടവരുടെയും ഇടയിൽ സ്നേഹം നിറച്ച് ആയിരിക്കുന്ന ഇടം സ്വർഗമാക്കി തീർക്കുവാൻ എനിക്കും നിനക്കും ആയിരിക്കുന്ന അവസ്ഥയിൽ സാധിക്കണം എന്ന സന്ദേശം കൂടി ഈ തിരുനാൾ നമുക്ക് തരുന്നുണ്ട്. ദൈവഹിതത്തിനു മുൻപിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി അല്ലെങ്കിൽ ഇതാ കർത്താവിൻ്റെ ദാസൻ, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന പ്രത്യുത്തരം നൽകി നാം ജീവിക്കുന്ന ഇടം സ്വർഗമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മ നമുക്കായി മാധ്യസ്ഥം വഹിക്കട്ടെ.